ഐഡിയൽ കപ്പിൾസ് അല്ലേ? ഓക്കെ, താങ്ക് യു. ദൈവം നമുക്ക് ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസം കാണാനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയുടെ വലിയ പ്രതികൂലങ്ങളുണ്ടായിരുന്നെങ്കിലും ദൈവം അതിന്റെ മധ്യത്തിൽ നിന്ന് ദൈവമേ നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഏറ്റവും വലിയത് ഒരു കൺഗ്രാജുലേഷൻ എല്ലാവർക്കും ഉണ്ട്. 4:40 നമ്മുടെ പള്ളിയുടെ പരിസരം മുഴുവൻ നമ്മൾ വരാനുള്ളവർ എന്തോ ഒരു ഉത്സാഹം. അതായത് നമുക്ക് അതെ പള്ളി പോലും അതെ ഞാൻ പറയുന്നില്ല എങ്കിലും പറയാതെ പറഞ്ഞു പോയി. നമുക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട വാഹനം എന്റെ വലിയ കൺസേൺ, വലിയ വാഹനം വരുമ്പം അവിടെ തുറന്നില്ലെങ്കിൽ എന്തായിരുന്നതായിരുന്നു കൺസേൺ. പക്ഷെ നോക്കണേ, നമ്മളെല്ലാരും കൊണ്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ വാഹനം വന്നത്. എല്ലാം ഇത്രത്തോളം അതെ സോറി എത്രയും ചന്തവും മനോഹരമാക്കി തീർത്ത് നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിലുപരിയായിട്ട് ഇങ്ങനത്തെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. നമ്മളൊക്കെ എത്ര പ്ലാൻ ചെയ്തെങ്കിലും ഒക്കെ സമയത്തൊക്കെ പറ്റാതെ പോയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നത്തെ ഈ ബസ് ഇതിന്റെ കംഫർട്ട് നമ്മൾ ഇന്ന് വരെ ആരും എത്ര പേര് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുറത്തുനിന്ന് കാണാനും അകത്തുനിന്ന് കാണാനും നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് എത്രയും ക്ലീനായിട്ട് നമ്മുടെ അവസാനം വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ അവിസ്മരണീയ സംഭവമായി. എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങള്. പിന്നെ 1-2 പേരെ പ്രത്യേകം പരിചയപ്പെടുത്താൻ അതിന് ഏറ്റവും സന്തോഷം. ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഞങ്ങളുടെ ചെറുപ്പം തൊട്ടുള്ള ഒരു വലിയൊരു ഫ്രണ്ടാണ് ലാലി. ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരംഗം. കാരണം ഞങ്ങളുടെ ഏറ്റവും ഇളയ പെങ്ങള് ഷേർലി വെല്ലൂർ CMC ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങളുടെ റിലേഷനാണ്. ഞങ്ങളുടെ മല്ലപ്പള്ളിയിലാണ്. എൻ്റെ കൊച്ചമ്മയുടെ ചേട്ടൻ്റെ പെങ്ങളുടെ മകളാണ്. ഇരുപേരിലാണ് വീട്. ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ വീടുകളിൽ വരികയും അതിലേറ്റവും സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ മെമ്പേഴ്സ് അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നമ്മുടെ മാത്യു, അവരുടെ ബന്ധുക്കാരൻ, അവരെല്ലാം നമ്മളോട് സഹകരിക്കുന്നതിൽ ഈ ഹൂസ്റ്റണിൽ നമുക്ക് ഇത്രയും സഹകരണം കിട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ താങ്ക് യു ക്രെഡിറ്റ്. എനിക്ക് ഏറ്റവും സന്തോഷം അച്ഛനും ഫാമിലിയും നമ്മളോട് വരുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ എത്രയോട് നേരിട്ട് പറഞ്ഞു. ഏറ്റവും വലിയ സന്തോഷം അച്ഛൻ കണ്ട ഒരു ഇടയൻ ഞങ്ങളെ വെറുതെ വിടുന്നതല്ല. മോശയോട് കൂടെ ഞാൻ നിന്നോട് കൂടെ വരുമെന്ന് പറഞ്ഞത് അച്ഛനും ഫാമിലിയും നമ്മളോടുള്ളത്. എൻ്റെ പേര് സണ്ണി മാത്യു, മാത്യു. ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ നേരെയുടെ പെങ്ങളും ജനിച്ചത് മല്ലപ്പള്ളിയിലാണ്. മല്ലപ്പള്ളി കല്ലുമണിമേപ്പുറത്ത് എന്ന് പറയും, ആനിക്കാട് പുറത്ത്. പക്ഷെ എൻ്റെ മദർ CMS സ്കൂൾ കൂത്രപ്പള്ളി അവിടെ ജോലി കിട്ടി. അവിടെ 2 വയസ്സ്, എനിക്ക് 2 വയസ്സുള്ളപ്പം എന്നെയും കൊണ്ട് അമ്മ വല്ലപ്പള്ളിയിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ടാണ് ഷോർട്ട് കട്ട് വഴി കയറി നടന്ന് കൂത്രപ്പള്ളി ചെല്ലുന്നത്. എന്നിട്ട് അവിടെ അടുത്തോടെ ഇഞ്ചക്ടറോട് പറഞ്ഞ വീട്ടിൽ എന്നെ കൊണ്ട് വെച്ചിട്ട് സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാദറ് അന്ന് നോർത്ത് പറവൂരിലെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ അവിടെ
അങ്ങനെ ഒരു 3 മാസത്തോളം അങ്ങനെ നടന്നു. പിന്നെ അമ്മ അവിടെ അടുത്ത് ഇഞ്ചക്ലോടി എന്ന് പറയും നമ്മുടെ ഫിലിപ്പോസ് അച്ഛൻ, നമ്മുടെ സീസയില് അച്ഛൻ്റെ ഭവനത്തിൽ ഞങ്ങൾക്കൊരു അഭയം തന്നു. പിന്നെ അവിടെ വീട് സ്ഥലം മേടിച്ചു. അങ്ങനെ കൂത്തുപള്ളിയിൽ ഞങ്ങൾ താമസിച്ചു. ജ്യേഷ്ഠനും ഞങ്ങളും എല്ലാവരും നല്ല വിദ്യാഭ്യാസത്തിനൊക്കെ പോയത് അവിടെ നിന്ന് എല്ലാത്തിനും നല്ലതായിരുന്നു. കാരണം ചങ്ങനാശ്ശേരി, കോട്ടയം എല്ലാം വളരെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം. അമ്മ 30 വർഷക്കാലം CMS സെൽഫ് സ്കൂൾ കൂത്തുപള്ളിയുടെ ഹെഡ് മിസ്റ്റേഴ്സായിട്ട് അമ്മ ജോലി ചെയ്തു. അവരുടെ അമ്മ എൻ്റെ കൂടെ, അമ്മ ഫാദർ 90-ൽ മരിച്ചുപോയി. അമ്മ കുറേ വർഷങ്ങൾ തനിച്ച് നാട്ടിലുണ്ടായിരുന്നു. 2001 ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന് വീട് മേടിച്ച് അമ്മയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 2012 അമ്മ മരിച്ചു. നാട്ടിൽ അവിടെ ആണ് അടക്കം ചെയ്തിരിക്കുന്നത്. ദൈവം ഞങ്ങളെ നടത്തുന്നു. ദൈവം വലിയവനാണ്. ദൈവത്തിൻ്റെ കരുതലും കാവലും അറിയാൻ സാധിച്ചു. എനിക്ക് 2 വയസ്സുള്ളപ്പം മണിമലയാറ്റിലെ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന് ജൂൺ മാസത്തിൽ അമ്മ എന്നെയും തോളിൽ വെച്ചുകൊണ്ട് അവിടെ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് മണിക്കുഴി വൈദ്യൻ്റെ അവിടെ നിന്ന് മരുന്ന് മേടിച്ച് വള്ളത്തിൽ നിന്ന് വരുമ്പം കാറ്റടിച്ച് എന്നെ അമ്മയും കൂടെ വെള്ളത്തിൽ വലിച്ചിട്ടതാണ്. പക്ഷെ ദൈവം അവിടെ ഞങ്ങളെ എല്ലാവരെയും അന്ന് തൊട്ട് അമ്മ കാണുന്നവരെല്ലാവരോടും പറയും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഏതൊരു മനുഷ്യനെ കണ്ടാലും അമ്മ സാക്ഷ്യം പറയുമായിരുന്നു ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. കാരണം അമ്മയെ പറയും. അതെ, എല്ലാവർക്കും സന്തോഷകരമായ ട്രിപ്പ് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. മമ്മി ഒരു പാട്ട് പാടും. മമ്മി ഒരു പാട്ട് പാടും. മമ്മി ഒരു പാട്ട് അടുത്തത് സന്നിധാനം പോലുള്ള മെമ്പേഴ്സ് വേണം നമ്മൾ.